ഇന്നലത്തെ എപ്പിസോഡിൽ ബാലചന്ദ്രൻ മനുവിനെ വിളിക്കുന്നതാണ് തുടക്കം തന്നെ. ബാലചന്ദ്രൻ മനുവിനോട് അലീനയുടെ ഹരിയുടെയും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വെറുതെ ഒരു കാര്യവും ഞാനിങ്ങനെ നിന്നെ വിളിച്ച് പറയില്ലല്ലോ, ഇതിനെല്ലാം രോഹിത് സാക്ഷിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് വിളിച്ച് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മനു മറുപടി പറയുന്നുണ്ട്, അതെ അറിയാം അങ്കിളെ എന്ന്. പിന്നീട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവിടെ കഴക്കൂട്ടത്ത് വെച്ച് തന്നെ ഹരിയുമായിട്ട് അലീനയ്ക്ക് എന്തോ ബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെ. അതും രോഹിത് സാക്ഷിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നിൻ്റെ അടുത്ത് ഹരിയില്ലല്ലോ, ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കാമായിരുന്നു, അവൻ ലേറ്റ് ആയിട്ടല്ലേ വരികയുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, അതെ അവൻ ലേറ്റ് ആയിട്ടേ വരുള്ളൂ എന്ന്. അപ്പോൾ ബാലചന്ദ്രൻ അടുത്തതായിട്ട് പറയുന്നത്, നിനക്കിത് കേൾക്കുമ്പോൾ ടെൻഷൻ ആവും എന്നൊക്കെ എനിക്കറിയാം, നമ്മൾ രണ്ടുപേരും കൂടെ അല്ലേ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അതുകൊണ്ട് അവളെ ഇവിടുന്ന് പറഞ്ഞയക്കുന്നതിന് മുമ്പ് നീയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് തോന്നി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല അങ്കിളെ എന്ന് മനു പറയുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട, നാളെ എന്തായാലും അവളോട് ഇവിടുന്ന് പോവാൻ പറഞ്ഞിട്ടുണ്ട്, അതുമാത്രമല്ലേ നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ഫോൺ വയ്ക്കുവാണ്. മനു വിഷമിച്ചിരിക്കുന്നു. മനുവിൻ്റെ മനസ്സിലൂടെ അലീനയോട് സംസാരിച്ച സീൻസൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നു. നെക്സ്റ്റ് സീനിൽ വൈജയന്തി ഇതെല്ലാം കേട്ട് ഹാപ്പി ആയിട്ടിരിക്കുവാണ്. എന്നിട്ട് പറയുവാണ്, ഇത്രയൊക്കെ പറഞ്ഞത് നന്നായി, ഞാനും കമലെടുത്തി എത്ര തവണ പറഞ്ഞത് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന്, അച്ഛൻ്റെ അന്ത്യാഭിലാഷ എന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ മറുപടി പറയുന്നുണ്ട്, എടി മനസ്സിന് ഇത്തിരി അലിവും കാരുണ്യവും ഉള്ളവർക്ക് ചീത്ത വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ വിഷമം തോന്നും, പക്ഷേ മനസ്സിൽ അസൂയയും കുശുമ്പും മാത്രമുള്ളവർക്ക് അത് കേൾക്കുമ്പോൾ ആനന്ദമായിരിക്കും തോന്നുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എവിടെയോ കിടന്നവൾ വന്ന് ഇവിടെ വൃത്തികേട് കാണിച്ചിട്ട് അതിന് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യം എന്ന് വൈജയന്തി തിരികെ ചോദിക്കുന്നുണ്ട്. പിന്നെ ബാലചന്ദ്രൻ രാവിലെ എണീറ്റ് പത്രം വായിക്കുന്നൊരു സീനാണ്. പത്രം വായിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴേക്കും അലീന ചായ കൊണ്ട് കൊടുക്കുവാണ്. അപ്പോൾ അലീന പറയുവാണ്, ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഈ വീട്ടിലേക്ക് വന്നത്, എന്നോട് കുറച്ചെങ്കിലും കാരുണ്യത്തോടെ സംസാരിച്ചത് സാറാണെന്നും, എന്നിട്ട് സാറ് പോലും എന്നെ തെറ്റിദ്ധരിച്ചില്ലേ എന്നൊക്കെ ബാലചന്ദ്രനോട് അലീന ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ബാലചന്ദ്രന് വിഷമം വരുന്നുണ്ട്. എന്നിട്ട് ഞാനിങ്ങോട്ട് വന്നത് ഒരുപാട് പ്രതീക്ഷയോടെയാണെന്നും, ഞാനിത് സ്വന്തം വീടായിട്ടേ കണ്ടിട്ടുള്ളതെന്നും, സ്വന്തം അച്ഛൻ, അമ്മ, കൂടപ്പിറപ്പ്, മുത്തശ്ശിയൊക്കെ ആയിട്ടാണ് എല്ലാവരെയും കണ്ടതെന്നും പറയുന്നുണ്ട്. പക്ഷേ അതിനുള്ള കൂലി എനിക്ക് കിട്ടിയെന്നും, ഒരു മനുഷ്യജീവിയാണെന്നുള്ള പരിഗണന പോലും എനിക്ക് കിട്ടിയില്ലെന്നും അലീന പറയുന്നുണ്ട്. സന്തോഷമായി, എന്തായാലും ഞാൻ പോകുവാണ്, പോകുന്നതിന് മുമ്പ് യാത്ര പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഇപ്പോൾ വന്ന് പറഞ്ഞതെന്നൊക്കെ അലീന പറയുന്നുണ്ട്. എന്നിട്ട് അലീന സങ്കടത്തോടെ അകത്തേക്ക് പോകുന്നു. പിന്നെ ബാലൻ വിഷമിച്ചിരിക്കുന്ന സീനാണ് കാണിക്കുന്നത്. അലീന അടുക്കളയിൽ വന്ന് ജോലിയെല്ലാം ചെയ്യുന്നു. പിന്നെ വൈജയന്തി അങ്ങോട്ട് വരുന്നു. എന്നിട്ട് പറയുന്നു, നിന്നോട് ഞാൻ പോകാൻ പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ ഇവിടെ കയറി ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അലീന പറയുന്നുണ്ട്, കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകണ്ടേ, മാഡത്തിനും സാറിനും ജോലിക്കും പോകണം, അന്നേരം എല്ലാവർക്കും ഉള്ള ഫുഡ്, ഉച്ചത്തേക്കും രാവിലത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിവിടെ കഴിഞ്ഞ് ഞാൻ പൊക്കോളാം എന്ന് പറയുന്നു. അപ്പോൾ വൈജയന്തി മറുപടി പറയുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുവാണല്ലേ എന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല മാഡം, ഞാൻ പോകുവാണ്, ഞാൻ പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്തു വച്ചു എന്നേ ഉള്ളൂ എന്ന് പറയുന്നു. പിന്നെ വൈജയന്തി അവിടെ എല്ലാം നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അടുത്ത സീനിൽ അലീന റൂമിൽ വന്നിട്ട് ബ്രിജിതാമ്മയുടെ ഫോട്ടോ നോക്കി പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് പരിശ്രമിച്ചതാണമ്മേ, പക്ഷേ ഞാൻ തോറ്റുപോയി എന്നൊക്കെ. ഇത് കേട്ടിട്ട് നമ്മുടെ മുത്തശ്ശി അലീനയോട് ചോദിക്കുന്നുണ്ട്, അലീന മോളെ നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന്. അലീന അപ്പം മറുപടി പറയുന്നുണ്ട്, എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട ആളോടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന്. പിന്നീട് പറയുന്നുണ്ട്, മമ്മിക്ക് എന്നിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നുവെന്നും എന്നെക്കൊണ്ട് അതൊന്നും സാധിച്ചില്ലെന്നൊക്കെ. മുത്തശ്ശി അത് കേട്ടിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ടല്ല, എനിക്ക് ഭാഗ്യമില്ല, അതുകൊണ്ടാണ് നീ ഇപ്പോൾ പോകുന്നത്, ഞാൻ അധികം സന്തോഷിക്കേണ്ടെന്ന് ഈശ്വരന്മാർ വിചാരിച്ച് കാണുമെന്നൊക്കെ പറയുന്നുണ്ട്. അലീന മുത്തശ്ശിയുടെ കൈ പിടിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ സ്വന്തം മുത്തശ്ശിയായിട്ട് കണ്ടിട്ടുള്ളൂ, ഇനി അങ്ങനെ കാണുകയുള്ളൂ എന്നും. മുത്തശ്ശിക്ക് അത് കേൾക്കുമ്പോൾ വിഷമം വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, എവിടെ പോയാലും നിനക്ക് നല്ലതേ വരൂ, എൻ്റെ അനുഗ്രഹം നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അലീന മുത്തശ്ശിയോട് യാത്ര പറയുന്നുണ്ട്. മുത്തശ്ശി എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഒരു വേലക്കാരിയായി നിൽക്കേണ്ടവളല്ല നീ, അതുകൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. എന്തായാലും എപ്പോഴും ഈശ്വരൻ നിൻ്റെ കൂടെ തന്നെ കാണുമെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ഇത് കേട്ട് വൈജയന്തി അകത്തേക്ക് വരുന്നുണ്ട്. വൈജയന്തി എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, ബാലൻ നിന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടും, അത് കഴിഞ്ഞ് നീ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അലീനയ്ക്ക് വൈജയന്തി ആ ഒരു മാസത്തെ ശമ്പളം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 100 രൂപ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്, നമ്മുടെ പഴയ വേലക്കാരിക്കും കൊടുത്തതുപോലെ. എന്നിട്ട് വൈജയന്തി കൂടെ പറയുന്നുണ്ട്, കേട്ടോ നിൻ്റെ തോന്നിയവാസത്തിന് ഇതിരിക്കട്ടെ എന്ന്. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, എനിക്കിത് വേണ്ട എന്ന്. മുത്തശ്ശി അപ്പോൾ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്, നിനക്ക് നാണമില്ലേ എന്ന് മുത്തശ്ശി വൈജയന്തിയോട് ചോദിക്കുന്നു. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അതിന് അമ്മയ്ക്ക് എന്തറിയാം, ഇവള് പലപ്പോഴായിട്ട് ബാലചന്ദ്രൻ്റെ ബാഗിൽ നിന്ന് 2500 രൂപയാണ് എടുത്തിട്ടുള്ളതെന്ന് പറയുന്നു. അലീനയ്ക്ക് അത് കേട്ട് ദേഷ്യം വന്നു. അലീന കിട്ടിയ ശമ്പളത്തിൽ നിന്ന് 2500 രൂപ എടുത്ത് വൈജയന്തിക്ക് കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, മാഡം ഇത് മേടിക്കണം, ഞാൻ സാറിൻ്റെ ബാഗിൽ നിന്ന് പലപ്പോഴും എടുത്ത പൈസയാണെന്ന് പറയുന്നു. വൈജയന്തി അത് കേട്ടിട്ട് പറയുന്നു, നീ അതിന് സമ്മതിച്ചിട്ടില്ലല്ലോ, നീ അതെടുത്തതെന്ന്. അപ്പോൾ അലീന പറയുന്നു, ഇപ്പോൾ ഞാൻ സമ്മതിച്ചേക്കുന്നു,
ഞാനാണ് സാറിൻ്റെ ബാഗിൽ നിന്ന് പൈസ എടുത്തതെന്ന് മാഡത്തിന് ഉറപ്പുണ്ടെങ്കിലും മാഡം ഇത് മേടിക്കണം, മേടിച്ചാൽ മാത്രമേ ഞാനിത് ഇവിടുന്ന് പോകുകയുള്ളൂ എന്ന് നമ്മുടെ അലീന വൈജയന്തിയോട് പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തി മറുപടി പറയുന്നുണ്ട്, നീ സാറിൻ്റെ ബാഗിൽ നിന്നല്ല എടുത്തത്, സാറിന് തന്നെ കൊടുത്തേക്കെന്ന് പറയുന്നു. എന്നിട്ട് അലീന പറയുന്നു, മാഡം എൻ്റെ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അലീന ബാഗ് തുറന്ന് വെക്കുകയാണ്. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീ എന്നെ കളിയാക്കുവാണോ എന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഞാൻ പോയി കഴിഞ്ഞ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ പിന്നാലെ വന്ന് എന്നെ അപമാനിക്കരുതെന്ന് അലീന വൈജയന്തിയോട് പറയുന്നുണ്ട്. വൈജയന്തി ബാഗൊന്നും ചെക്ക് ചെയ്യാൻ പക്ഷേ നിൽക്കുന്നില്ല. പിന്നെ അലീന പുറത്തേക്ക് വരുവാണ് ബാഗെല്ലാമായിട്ട്. ബാലചന്ദ്രനോട് വന്ന് യാത്ര പറയുകയാണ്. സാറാണ് എൻ്റെ കൂടെ കുറച്ചെങ്കിലും നിന്നിട്ടുള്ളതെന്നൊക്കെ പറയുന്നു. എന്നിട്ട് അലീന ആ പൈസ എടുത്ത് ബാലചന്ദ്രന് കൊടുക്കുന്നു. എന്നിട്ട് പറയുകയാണ്, സാർ ഞാൻ പലപ്പോഴായിട്ട് സാറിൻ്റെ ബാഗിൽ നിന്നെടുത്ത് പൈസയാണ്, അത് തിരികെ വാങ്ങണം എന്ന് പറയുന്നു. ബാലചന്ദ്രൻ അത് കേട്ട് ഞെട്ടുന്നു. എന്നിട്ട് ചോദിക്കുന്നു, നീ അതിന് എന്ന് പറയാൻ വരുമ്പോൾ വൈജയന്തി ഉടനെ കയറി പറയുന്നു, ഞാൻ പറഞ്ഞിട്ട് നിങ്ങളാരും സമ്മതിച്ചില്ലല്ലോ, ഇപ്പം എങ്ങനെ ഇരിക്കുന്നെന്ന് പറയുന്നു. ഇതെല്ലാം കേട്ട് രോഹിത് അവിടെ നിൽക്കുന്നുണ്ട്. രോഹിത്താണ് നമ്മുടെ പൈസയൊക്കെ അടിച്ച് മാറ്റിയതെങ്കിലും മുഖത്തൊരു ഭാവവ്യത്യാസവും ഇല്ല. പിന്നെ വൈജയന്തി വാശി പിടിക്കുന്നുണ്ട്, ആ പൈസ വാങ്ങ് എന്ന് ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. എന്നിട്ട് വൈജയന്തി ആ പൈസ വാങ്ങിയിട്ട് ബാലചന്ദ്രന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അലീന ഇറങ്ങുവാണ്. അലീന പോകുകയെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വിടാമെന്ന് പറയുന്നു. അപ്പോൾ അലീന വേണ്ട, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ബാഗ് അവിടെ വെച്ചിട്ട് കൃഷ്ണമോളോടും ബബിതയോടും യാത്ര പറയുന്നുണ്ട്. നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറയുന്നു ബബിത. പിന്നെ പുച്ഛം ആണ് ഫേസിൽ. പിന്നെ രോഹിത്തിനോട് പറയുന്നുണ്ട്, ഹരിയായിട്ടുള്ള കൂട്ടുകെട്ടൊക്കെ വിടണം, നീ നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ രോഹിത്തിന് ദേഷ്യം വരുന്നുണ്ട്. രോഹിത്ത് അലീനയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് കേട്ട് വൈജയന്തി പറയുന്നു, നല്ല ആളെ ഉപദേശിക്കാൻ പറ്റിയ പുള്ളിയാന്നൊക്കെ പറഞ്ഞ് അലീനനെ കളിയാക്കുന്നുണ്ട്. ഇതും കേട്ടൊക്കെ വിഷമിച്ച് അലീന മറുപടി ഒന്നും പറയുന്നില്ല. അലീന പിന്നെ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വൈജയന്തി അതിങ്ങനെ നോക്കി നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇതാണ് തീരുന്നത്. ഇനി നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് മനു വരുന്നതാണ്. ഹരീനെയും കൂട്ടി മനു വരുന്നതാണ് കാണിക്കുന്നത്. ഏകദേശം ബാലചന്ദ്രന് ഒരുമാതിരി കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്തായാലും.